എല്ലാവർക്കും കേരള കിച്ചൻ മോംസ് റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെളുത്തുള്ളി അച്ചാറാണ്. അപ്പോൾ വെളുത്തുള്ളി കഴിക്കുന്നത്, വെളുത്തുള്ളി നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. വെളുത്തുള്ളി മെയിനായിട്ട് കൊളസ്ട്രോൾ കുറയ്ക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വയറ്റിലെ ഗ്യാസൊക്കെ കുറയ്ക്കുവാനും ഇപ്പം രോഗപ്രതിരോധ ശക്തി വളരെയധികം കൂട്ടുവാനും വെളുത്തുള്ളി സഹായിക്കുന്നുണ്ട്. അപ്പോൾ പച്ചക്ക് കഴിക്കാൻ ആർക്കും അത്ര ഇഷ്ടമായിരിക്കത്തില്ല. അപ്പോൾ നമുക്കിത് ഇതുപോലെ അച്ചാറാക്കി കഴിച്ചാൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് വെളുത്തുള്ളി അച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 2.5 കിലോ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കൂടുതൽ എമൗണ്ട് ഇട്ട് വെക്കുന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നാൾ ഇരുന്ന് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഞാൻ കൂടുതലായിട്ട് എടുത്താണ്. നിങ്ങളുടെ കയ്യിൽ കുറച്ചേ ഉള്ളെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി കുറച്ചെടുത്താലും മതിയായിരിക്കും. അപ്പോൾ അതിനുള്ള കണക്കും ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് 2.5 കിലോ വെളുത്തുള്ളിയുണ്ട്. അപ്പോൾ ഞാൻ അത്രയും വലിയ പാത്രം എൻ്റെ ഇല്ലാത്ത കാരണം ഞാനൊരു അലൂമിനിയത്തിൻ്റെ വലിയൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ അലൂമിനിയത്തിൻ്റെ ചീനിച്ചട്ടി ഉണ്ടായിരുന്നു. അത് വളരെ ചെറിയൊരു ചീനിച്ചട്ടിയായിരുന്നു. അപ്പം വലുതായത് കാരണം കൂടുതൽ എമൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പാത്രം എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് നമ്മുടെ നല്ലെണ്ണ, അതായത് ജിഞ്ചർലി ഓയിൽ എന്ന് പറയുക, അല്ലെ സെസമൻ ഓയിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്കിവിടെ വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നല്ലെണ്ണ എന്ന് പറയത്തില്ലേ, അതാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും നല്ലത്. ഈ നല്ലെണ്ണ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കടുകെണ്ണയില്ലേ, ഈ നമ്മൾ ഡൽഹിയിലൊക്കെ, അതായത് നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ അച്ചാർ ഉണ്ടാക്കുന്ന കടുകെണ്ണയിലാണ്, അതിട്ടാലും മതിയായിരിക്കും. ഇപ്പം നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി. വെളിച്ചെണ്ണയിലും സാധാ എണ്ണയിലും ഉണ്ടാക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നല്ലെണ്ണയിലോ അതല്ലെന്നുണ്ടെങ്കിൽ കടുകെണ്ണയിലോ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത്രയും ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇത്രയും എണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയായിരിക്കും. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കടുകെടുത്ത് പൊട്ടിച്ചെടുക്കാം. ആദ്യം തന്നെ ഞാൻ ഇതിനകത്തേക്ക് കടുകിട്ടങ്ങ് പൊട്ടിക്കുകയാണ്. അപ്പോൾ എനിവേ ഞാനിത് കടുകിട്ട് പൊട്ടിച്ചെടുക്കുന്ന ടൈപ്പിലുള്ള അച്ചാറാണ് കാണിച്ചു തരുന്നത്. അല്ലാണ്ട് പച്ചക്കടുക് ചതച്ചിട്ടുള്ള അച്ചാറുണ്ട്, അത് ഞാൻ വേറെ അച്ചാറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇനി അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് കുറച്ച് ഉലുവയാണ്. അത് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വറ്റൽമുളകും ഞാൻ ഒരു 15 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതായത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ മുളക് അധികം കരിയാതെ തന്നെ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്കിതിനകത്തേക്ക് ചേർക്കാനുള്ളത് ഇഞ്ചിയാണ്. ഞാൻ ഒരു വലിയ പീസ് ഇഞ്ചി ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറയട്ടെ, ഇത്രയും എമൗണ്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇഞ്ചി ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് എമൗണ്ട് എടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഇഞ്ചി ചേർത്താൽ മതിയായിരിക്കും. അപ്പം ഞാനൊരു വലിയ പീസ് ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ കുഞ്ഞു പീസായിട്ട് അരിഞ്ഞതാണ്. അതും നമുക്കിതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇഞ്ചി നമ്മളിതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇഞ്ചി മൂത്ത് വരുന്ന പരുവം മനസ്സിലാവും. അതിൻ്റെ മണമൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒരു ചെറിയൊരു ബ്രൗൺ നിറം വരെ നമുക്ക് ഇഞ്ചി നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇഞ്ചി അത്യാവശ്യം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ആ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ചെറിയൊരു ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 7 പച്ചമുളക് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞിട്ടതാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, എന്നാലും നമ്മുടെ അച്ചാറിന് ചെറിയൊരു എരിവ് വേണമല്ലോ, അതിന് വേണ്ടിയാണ് പച്ചമുളക് ചേർത്തിരിക്കുന്നത്. സാധാരണ അച്ചാറിനെല്ലാം നമ്മൾ പച്ചമുളക് ചേർക്കാറുണ്ട്. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതായത് ആ പച്ചമുളകിൻ്റെയും പച്ചമണം മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ആയിട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഞാൻ ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചമണം മാറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടാൽ കൊടുത്താൽ മതിയായിരിക്കും. ഇപ്പോൾ ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത് 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇപ്പോൾ നമ്മുടെ മഞ്ഞളിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി നമ്മുടെ നമ്മളിപ്പോൾ വറുത്ത സാധനങ്ങളുണ്ടല്ലോ, അതായത് ഇഞ്ചിയും പച്ചമുളകും വറ്റൽമുളകും ഒക്കെ അതിനകത്തേക്കും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. കാരണം ഞാൻ ഇത്ര ഇഞ്ചി ഇട്ടിട്ടുണ്ട്, അതുപോലെ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അച്ചാറിന് ഒത്തിരി അങ്ങ് എരിയാവേണ്ട, അതുകൊണ്ട് തന്നെയാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഏകദേശം 4 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സാധാരണ ചില്ലി പൗഡറില്ലേ, നമ്മുടെ ഇച്ചിരി എരിവുള്ളതുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ വാങ്ങുന്ന മറ്റേത്, അത് പിരിയമുളക് അല്ലാത്ത മറ്റേ മുളക് നമ്മൾ പൊടിച്ചെടുക്കുമല്ലോ, അതിന് ഇച്ചിരി എരിവ് കൂടുതലാണ്. ആ മുളക് പൊടിയാണെങ്കിൽ ആ എരിവിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കാവൂ. 4-5 ടീസ്പൂണൊന്നും ഇടരുത്. ഒരു 2.5 ടീസ്പൂൺ 3 ടീസ്പൂണിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ.
അതുപോലെ നമ്മൾ ഇത്ര ഇഞ്ചി ചേർത്തുകൊണ്ടാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ അധികം എരി വരത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതല്ല നിങ്ങൾക്ക് പിരിയമുളകിൻ്റെ മുളക് പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതിയായിരിക്കും. അപ്പോൾ ഞാൻ ഇതെല്ലാം പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇച്ചിരി എണ്ണയുടെ ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ നല്ലെണ്ണ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അതുപോലെ തന്നെ ഈ പൊടി അങ്ങ് കരിഞ്ഞു പോകാതെ വേണം, നമ്മൾ തീ എപ്പോഴും ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം നമുക്കിത് ഇട്ട് കൊടുത്തിട്ട് ഇളക്കാൻ വേണ്ടി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് കായപ്പൊടിയാണ്. അപ്പോൾ കായപ്പൊടി നമുക്കൊരു ഏകദേശം 1 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കാരണം ഇത്രയും എമൗണ്ട് ഉള്ളതാണ് ഞാൻ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾ ഇച്ചിരിയുള്ള എമൗണ്ട് ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു 1/2 ടീസ്പൂണിൻ്റെ ആവശ്യമേ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് വിനാഗിരിയാണ്. നമ്മുടെ വൈറ്റ് വിനാഗിരി ഉണ്ടല്ലോ, അതാണ് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത്. നമ്മുടെ നാട്ടിൽ സാധാ വിനാഗിരി കിട്ടുന്നത് തന്നെ. ഇവിടെ നമ്മൾ ആപ്പിൾ സിഡർ വിനെഗറും മറ്റേ വൈറ്റ് വിനെഗറും കിട്ടുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി എടുത്ത് പറഞ്ഞ വൈറ്റ് വിനെഗറിന്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് വൈറ്റ് വിനെഗർ ചേർത്ത് കൊടുക്കാം. അത് ഏകദേശം ഒരു 1.5 കപ്പ് വിനാഗിരി നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ സമയത്തെല്ലാം നമ്മുടെ തീ ഏറ്റവും ചെറിയ ഫ്ലെയിമിലായിരിക്കണം, അതായത് ലോ ഫ്ലെയിമിലായിരിക്കും നമ്മുടെ തീ കിടക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ആ പൊടിയിലായിട്ട് നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് ചേർക്കാനുള്ള ഉപ്പാണ്. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 2 ടീസ്പൂണെങ്കിലും നമുക്ക് ഉപ്പിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. 2 or 3 ടീസ്പൂൺ, കാരണം ഇത്രയും എമൗണ്ട് ആയതുകൊണ്ട് ഒരു 3 ടീസ്പൂണെങ്കിലും ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത്തിരി ഉപ്പ് ഇരിക്കുന്ന കാരണമല്ല അച്ചാറൊന്ന് കുറേ കാലം കേടുകൂടാതെ ഇരിക്കാനും പറ്റും. അപ്പോൾ ഞാനിപ്പം ഒരു 3 ടീസ്പൂൺ ഉപ്പൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നമുക്ക് കുറേശ്ശെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ വെളുത്തുള്ളി കുറേശ്ശെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വെളുത്തുള്ളി ചെറിയ അല്ലിയുള്ള വെളുത്തുള്ളി ആയിരിക്കണം, അതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് നമ്മുടെ ഇവിടെ കിട്ടുന്ന ചൈനീസ് വെളുത്തുള്ളി ഉണ്ടല്ലോ, ചൈനീസ് ആണെന്ന് തോന്നുന്നു, ഇത്രയും വലിയ വെളുത്തുള്ളി. അപ്പം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വെളുത്തുള്ളി, ഇന്ത്യൻ വെളുത്തുള്ളിയാണ് ഏറ്റവും നല്ലത് നമുക്ക് അച്ചാറിടാൻ വേണ്ടി. ഇതും കുഴപ്പമില്ല, നല്ല വെളുത്തുള്ളി തന്നെയാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഇത്രയും വലുതായിട്ടിരിക്കുന്നത്. വലിയ എന്താ പറയുക, വലിയ അല്ലികളാണ് ഈ വെളുത്തുള്ളിക്ക്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആ മസാല ഇതിനകത്ത് കിട്ടുന്ന വിധത്തിൽ നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ നന്നായിട്ട് ഇളക്കുക. അതുപോലെ തന്നെ അതിന് മുമ്പായിട്ട് തന്നെ ഒന്ന് ഉപ്പ് നോക്കുക പരുവാണെന്നുള്ളത്. കാരണം ഉപ്പ് എപ്പോഴും ഇച്ചിരി ഒന്ന് മുന്നിൽ നിന്ന് കൂടി നിൽക്കണം, എന്നാലേ ഇത് നന്നായിട്ട് ഇരുന്ന് ഉപ്പ് കൂടുതലായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ 2 ദിവസം ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ആ വെളുത്തുള്ളിയിലോട്ട് കൂടി നമ്മുടെ ഉപ്പ് കയറി വരത്തുള്ളൂ. എന്നാലേ നമുക്ക് വെളുത്തുള്ളിയുടെ അകത്തോട്ട് ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ, ആ ഉപ്പിൻ്റെയൊക്കെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഉപ്പ് ഇച്ചിരി ഒന്ന് മുന്നിൽ നിൽക്കണം കേട്ടോ. നിങ്ങൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു അടപ്പ് വെച്ചൊന്ന് അടച്ചു വെച്ച് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കണം. അത് ഏകദേശം ഒരു 3 അല്ലെങ്കിൽ ഏറ്റവും മാക്സിമം ഒരു 5 മിനിറ്റ് നേരമെങ്കിലും നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കും. കാരണം ഇത് പച്ച വെളുത്തുള്ളിയാണല്ലോ, അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ആവി കയറ്റുമ്പോൾ തന്നെ അതൊന്നൊന്ന് വാടുന്ന പരുവാകും. അങ്ങനെ ആവി കയറ്റി ഒരു 5 മിനിറ്റ് ഞാൻ ആവി കയറ്റിയെടുത്താണ്. ഇപ്പം ഞാൻ ശരിക്കും തണുത്തതിന് ശേഷമാണ് തുറന്ന് നോക്കുന്നത്. കണ്ടില്ലേ, നമ്മുടെ വെളുത്തുള്ളിയൊക്കെ പൊങ്ങിയിരുന്ന വെളുത്തുള്ളിയൊക്കെ ഇച്ചിരി ഒന്ന് താന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുമുണ്ട്. ഇതാണ് നമ്മുടെ അച്ചാറിൻ്റെ പരുവം. ഇത് നമ്മൾ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസിൻ്റെ ജാറിലോ അത് നമ്മൾ ഗ്ലാസിൻ്റെ ടൈപ്പുള്ള കുപ്പിയുണ്ടോ അതിനകത്ത് അടച്ച് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. ഈ അച്ചാർ നമുക്ക് ഒരു ഏകദേശം 2-3 മാസം എങ്കിലും നമുക്ക് ഇരിക്കും എന്നുള്ളതാണ്. അതിൽ കൂടുതൽ നാൾ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. എന്തായാലും ഈ അച്ചാർ ഏറ്റവും കുറഞ്ഞ ഒരു ആഴ്ചയെങ്കിലും നമ്മളിത് പുറത്ത് വെച്ചിരിക്കാം. അതിനുശേഷം നിങ്ങളെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാലും മതിയായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുപ്പിയിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ജാറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് കുറേശ്ശെയായിട്ട് നമുക്കിതിനകത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നമ്മൾ സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് അമക്കിയൂടെ എടുക്കണം. ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് താഴോട്ടാക്കത്തില്ലേ, അതുപോലെ ചെയ്യുമെങ്കിൽ തന്നെ നമ്മുടെ അച്ചാർ ഒട്ടും തന്നെ കാറ്റില്ലാതെ നല്ല വൃത്തിക്ക് ഇരിക്കുകയും ചെയ്യും. അപ്പം ഈ അച്ചാർ കേടാവത്തില്ല. എല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കുറേ നാൾ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ കുറച്ച് വിനാഗിരി ഒന്ന് ചേർത്ത് ഒഴിച്ച് അടച്ചങ്ങ് മാറ്റി വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അച്ചാർ നമുക്ക് കുപ്പിയിലേക്ക് പകർത്താം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പം തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈ വെളുത്തുള്ളി അച്ചാർ. അധികം സമയമൊന്നും എടുക്കുന്നില്ല. മാക്സിമം പോയാൽ അരമണിക്കൂർ നേരം അത്രയേ എടുക്കുന്നുള്ളൂ. അതെല്ലാം പൊളിച്ച് നമ്മൾ അച്ചാറിട്ട് വരുമ്പോഴത്തേക്ക്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സൈഡിലെ കുഞ്ഞ് ബെൽബട്ടൺ അമർത്താനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ റെസിപ്പികളും വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.